സിനിമാ സീരിയൽ നടൻ ദിലീപ് ശങ്കറിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവന്നു. ദിലീപിന്റെ മരണകാരണം ആന്തരിക രക്തസ്രാവത്തെ തുടർന്നാണെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. കരൾ രോഗത്തെ തുടർന്നുള്ള രക്തസ്രാവമോ നിലത്ത് വീണുണ്ടായ ക്ഷതമോ ആകാമെന്നാണ് നിഗമനം. മൃതദേഹം അഴുകിയതിനാൽ കെമിക്കൽ പരിശോധന ഫലം വന്നാൽ മാത്രമേ കൃത്യമായ കാരണം അറിയാനാകൂവെന്നാണ് പോലീസ് പറയുന്നത്. ഇന്നലെയാണ് തിരുവനന്തപുരത്തെ ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ ദിലീപ് ശങ്കറിനെ കണ്ടെത്തിയത്. അഴുകിയ നിലയിലായിരുന്നു മൃതദേഹം. സീരിയൽ ഷൂട്ടിങ്ങിനായി എത്തിയ ദിലീപ് ശങ്കർ 4 ദിവസം മുമ്പാണ് ഹോട്ടലിൽ മുറിയെടുത്തത്. മൃതദേഹത്തിന് 3 ദിവസത്തെ പഴക്കമുള്ളതായിട്ടാണ് റിപ്പോർട്ട്. ദിലീപ് ശങ്കർ ഫോൺ വിളിച്ചിട്ട് എടുക്കാത്തത് കാരണം അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സീരിയലിലെ പ്രൊഡക്ഷൻ ടീമിലെ ആളുകൾ അദ്ദേഹത്തെ ഹോട്ടലിലേക്ക് തിരക്കി പോയതായിരുന്നു. ജീവനക്കാർ മുറി തുറന്നു നോക്കിയപ്പോഴാണ് ദിലീപ് ശങ്കറിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മുറിക്കകത്ത് നിന്ന് ദുർഗന്ധം വമിക്കുന്നുണ്ടായിരുന്നു. ദിലീപ് ശങ്കറിന് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായി ദിലീപ് അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സീരിയലിന്റെ സംവിധായകൻ മനോജ് പറയുകയും ചെയ്തു. കരൾ സംബന്ധമായ രോഗത്തിന് ദിലീപ് ചികിത്സ തേടിയിരുന്നു. ഷൂട്ടിങ്ങിനായി 4 ദിവസം മുമ്പാണ് ദിലീപ് ശങ്കർ തിരുവനന്തപുരത്തെത്തിയത്. 2 ദിവസം ഷൂട്ടിങ്ങിനെത്തിയിരുന്നു. 2 ദിവസം ഷൂട്ടിംഗ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ദിലീപ് ഹോട്ടൽ മുറിയെടുത്ത് താമസിക്കുകയായിരുന്നു. പുറത്തേക്കൊന്നും പോയതുമില്ല. ദിലീപ് ശങ്കറിന്റെ മരണത്തിൽ അസ്വാഭാവികത കാണുന്നില്ലെന്നാണ് പോലീസ് പറയുന്നത്. കരൾ രോഗത്തിനുള്ള മരുന്ന് മുറിയിൽ നിന്ന് കണ്ടെത്തിയിരുന്നു. ഒഴിഞ്ഞ 2 മദ്യക്കുപ്പികൾ ലഭിച്ചതായും പോലീസ് വെളിപ്പെടുത്തി. നിരവധി സീരിയലുകളിലും സിനിമകളിലും ദിലീപ് ശങ്കർ അഭിനയിച്ചിട്ടുണ്ട്. അഭിനയത്തിനു പുറമെ ബിസിനസ് രംഗത്തും താരം സജീവമായിരുന്നു. ഭാര്യ സുമ, ബംഗളൂരുവിൽ ജോലി ചെയ്യുന്ന ദേവ, വിദ്യാർത്ഥിയായ ധ്രുവ് എന്നിവരാണ് മക്കൾ.